മറ്റ് വാർത്തകളിലേക്ക്. പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള സർവകക്ഷി സംഘത്തിന്റെ യാത്ര നാളെ തുടങ്ങുകയാണ്. സന്ദർശനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സംഘാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിക്കും. ജെഡിയു നേതാവ് സഞ്ജയ് ഝാ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നയിക്കുന്ന സംഘമാണ് ആദ്യം യാത്ര തിരിക്കുക. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഒപ്പം പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുക എന്ന വലിയ ലക്ഷ്യവുമായി ഒരു നയതന്ത്ര ദൗത്യം തന്നെയാണ് ആരംഭിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഈ 7 സംഘങ്ങളുടെ യാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ആദ്യ സംഘം എങ്ങോട്ടാണ് പോകുന്നത്? ശ്രീജ, അത്തരത്തിലുള്ള ദൗത്യത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. കാരണം സർവകക്ഷി സംഘം നാളെ യാത്ര ആരംഭിക്കും. നിലവിൽ 7 സംഘങ്ങൾ, 59 അംഗങ്ങൾ, 38 രാജ്യങ്ങൾ. അതിൽ 59 അംഗങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി യൂസഫ് പട്ടാനായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പിന്മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 58 അംഗങ്ങളാണ് 32 രാജ്യങ്ങൾ സന്ദർശിക്കുക. ഏതായാലും നാളെ യാത്ര തിരിക്കുന്നത് 2 സംഘങ്ങളാണ്. അതൊന്ന് ജെഡിയു നേതാവ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘമാണ്. മറ്റൊന്ന് ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘമാണ്. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ആദ്യം പോകുന്നത് ജപ്പാനിലാണ്. അതിനുശേഷം ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, ഒപ്പം തന്നെ സിംഗപ്പൂർ എന്നിവിടങ്ങളിലും ഈ സംഘം സന്ദർശിക്കും. ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം ആദ്യം എത്തുന്നത് UAE-യിലാണ്. തുടർന്ന് ലൈബീരിയ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലും ഇവർ സന്ദർശനം നടത്തും. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏതായാലും 22-ാം തീയതി, അതായത് മറ്റന്നാളാണ് യാത്ര തിരിക്കുന്നത്. അവർ റഷ്യയിലാണ് ആദ്യം പോവുക. അതിനുശേഷം സ്ലൊവേനിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളും സന്ദർശിക്കും. ഇന്ന് ഏതായാലും വിക്രം മിശ്രി, വിദേശകാര്യ സെക്രട്ടറി, ഈ 3 സംഘങ്ങളുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. സ്വാഭാവികമായും എന്താണ് ഈ ദൗത്യം കൊണ്ട് ലക്ഷ്യമിടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക. കാരണം ഇന്ത്യ നേരത്തെ തന്നെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ നീക്കം തുടങ്ങിയതാണ്. അതിർത്തി അടച്ചു, ഒപ്പം തന്നെ സിന്ധു നദി ജലകരാർ മരവിപ്പിച്ചു, ഇറക്കുമതി നിരോധിച്ചു. അങ്ങനെ പലതരത്തിലുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുണ്ടായി. ഇപ്പോൾ ഏതായാലും പാകിസ്ഥാൻ ഭീകരതയുടെ ഹബ്ബാണ്. അക്കാര്യം ലോകരാജ്യങ്ങളെ അറിയിക്കുക. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വീകരിക്കേണ്ടി വന്നു എന്ന കാര്യം കൂടി അറിയിക്കുക. ഇതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ വിദേശകാര്യ സെക്രട്ടറി അറിയിക്കും. അതിനുശേഷം 23-ാം തീയതിയാണ് 2ാമത്തെ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ശശി തരൂർ അടക്കമുള്ളവർ നയിക്കുന്ന സംഘത്തെ അന്നാണ് കൂടിക്കാഴ്ച നടത്തുക. സുപ്രിയ സുലെ നയിക്കുന്ന സംഘം, ഒപ്പം തന്നെ ശശി തരൂർ നയിക്കുന്ന സംഘം, രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകുന്ന സംഘം, ബൈജയന്ത് പാണ്ഡെ നേതൃത്വം നൽകുന്ന സംഘം, ഈ 4 സംഘങ്ങളും 24-നാണ് യാത്ര തിരിക്കുന്നത്. ഇതിൽ ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം US-ഉം ബ്രസീലും സന്ദർശിക്കും. ആദ്യം ഗയാന സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയെന്ന് ശശി തരൂർ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിദേശ നയതന്ത്ര ദൗത്യവുമായി ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയം ഇറങ്ങുമ്പോൾ അതിന്റെ മുഖമാവുന്ന 2 പേർ ഒരു സൈഡിൽ ശശി തരൂറും മറുവശത്ത് ബിലാവൽ ഭൂട്ടോയുമാണ് എന്നതാണ്. അവർ തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ ആർക്ക് ആരെ തോൽപ്പിക്കാൻ കഴിയും, ആരെ തോൽപ്പിക്കും എന്നതൊക്കെ വളരെ കൗതുകകരമായി തോന്നുന്നുണ്ട്. അതെ ശ്രീജ, ഇന്ത്യയുടെ മൊത്തത്തിൽ സ്ട്രാറ്റജിയിൽ ഇത്തവണ മാറ്റമുണ്ട് എന്ന് തന്നെ പറയാം. അത് ഓപ്പറേഷൻ സിന്ദൂർ ആയാലും അതിനുശേഷം കൈക്കൊണ്ട നടപടിയായാലും ഒക്കെ തന്നെ വലിയ മാറ്റമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ഇത്തരം തിരിച്ചടി നൽകിയാൽ പോലും അതിന് തെളിവുണ്ടാകാറില്ല. ഇത്തവണ പ്രതിപക്ഷം തെളിവൊക്കെ തന്നെ ചോദിച്ചിരുന്നു. അതിന് ഓരോ ദിവസവും ഇപ്പോൾ തെളിവ് സേന തന്നെ പുറത്തുവിടുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ദൗത്യവും ഒരുപക്ഷെ നമ്മൾക്ക് കേട്ടുകേൾവിയില്ലാത്തതാണ്. അപ്പോൾ ഇന്ത്യ അത്തരമൊരു നീക്കം തുടങ്ങി. അതിന് പിന്നാലെ പാകിസ്ഥാനും അത് ഏതാണ്ട് അനുകരിച്ച് അത്തരത്തിൽ ഒരു ദൗത്യത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. പ്രത്യേകിച്ച് മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായ ബിലാവൽ ഭൂട്ടോയാണ് പാകിസ്ഥാന്റെ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഇതുപോലെ 7 സംഘങ്ങളില്ല, പക്ഷേ ആ സംഘത്തിൽ മറ്റു മുതിർന്ന നേതാക്കളുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്. പ്രത്യേകിച്ച് മുൻ മന്ത്രിമാരായ ഖുറാം ദസ്തിഗർ ഖാൻ, ഒപ്പം തന്നെ ഹിന റബ്ബാനിഗർ, മുൻ വിദേശകാര്യമന്ത്രി, കൂടാതെ മുൻ വിദേശകാര്യ സെക്രട്ടറി ജലീൽ അബ്ബാസ് ജിലാനി തുടങ്ങിയവരൊക്കെ തന്നെ ഈ സംഘത്തിന്റെ ഭാഗമാണ്. ഏതായാലും ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട തലക്കെട്ട് തരൂർ വേഴ്സസ് ബിലാവൽ ഭൂട്ടോ എന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബിലാവൽ ഭൂട്ടോ മുൻ വിദേശകാര്യ മന്ത്രിയാണ്. ശശി തരൂർ ആകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സ്വാഭാവികമായും ഈ 2 പേരും സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം US ആണ്. കാരണം US-ഉം ഒപ്പം തന്നെ ഇംഗ്ലണ്ടുമാണ് ബിലാവൽ ഭൂട്ടോ അടക്കമുള്ള സംഘം സന്ദർശിക്കുന്നത്. അമേരിക്ക ഈ വിഷയത്തിൽ പലപ്പോഴായി ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഒരുപക്ഷെ ഈ 2 രാജ്യങ്ങളോടും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുള്ള അമേരിക്കയാണ്. അപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഈ 2 നേതാക്കളും എങ്ങനെ അവരുടെ നിലപാട് വിശദീകരിക്കുമെന്നുള്ളതും ഇനി അറിയാൻ പോകുന്ന വിഷയമാണ്, ശ്രദ്ധേയമാകുന്ന വിഷയവുമാണ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.